Hello everyone, welcome back to my YouTube channel Philomath for Easy Math. So first video we cheythathu plus 1 first chapter aya sets ennu parna chapter inde introduction part adayathu adinte definition um examples um adupole some standard notations adupole thanne representation of sets adayathu roster form set builder form ellamana nammal cheythathu. ഇനി ഇപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്സ് ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. സോ ടൈപ്സ് ഓഫ് സെറ്റ്സ്. ബേസിക് ആയിട്ട് നമ്മൾ 4 തരം സെറ്റുകളാണ് ഇതിൽ പറയുന്നത്. സോ ആദ്യമായിട്ട് നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും ഒരു സെറ്റില് ഇഫ് ദർ എക്സിസ്റ്റ് ഇൻ എ സെറ്റ് ഇഫ് ദർ എക്സിസ്റ്റ് നോ എലമെന്റ്സ് ഇഫ് ദർ എക്സിസ്റ്റ് നോ എലമെന്റ്സ് ഇൻ എ സെറ്റ് if there exists no elements in a set then that set is called a null set or void set. Okay, null set എന്ന് പറഞ്ഞാൽ if there exists no elements in a set then that set is called a null set. ആൻഡ് നൾ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2 ബ്രേസസ് ഇട്ടാൽ, അതായത് ഒരു ഓപ്പൺ ബ്രേസസും ഒരു ക്ലോസ്ഡ് ബ്രേസസും ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നൾ സെറ്റ് എന്നുള്ളത് പറയുന്നത്. അല്ലെങ്കിൽ ഫൈ എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് നൾ സെറ്റിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, അതുപോലെ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നതാണ് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് പേര് പറയുന്ന പോലെ തന്നെ, പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റില് ഒരു എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, സിംഗിൾ എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഓൺലി വൺ എലമെന്റ്. ഓക്കെ, a set is said to be singleton set if there exists only one element. ഒരു സെറ്റിന്റെ ഉള്ളിൽ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. സോ സിംഗിൾട്ടൺ സെറ്റ് എ, ഒരു സെറ്റ് അതിനുള്ളിൽ വെറും ഒരേ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും, സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. ആൻഡ് മൂന്നാമത് നമ്മൾ പറയുന്നതാണ് ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, എ സെറ്റ് ഈസ് സെഡ് ടു ബി ഫൈനൈറ്റ് if there exists finite or countable number of elements. Okay, countable. If there exists countable number of elements in a set then that set is called a finite set. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ കഴിയണം. ഓക്കെ, അതായത് ഇപ്പൊ ഒരു സെറ്റ് 1 2 3 എന്ന് പറയുന്ന സെറ്റ് ഫൈനൈറ്റ് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിലെ എലമെന്റ്സിന്റെ നമുക്ക് എണ്ണാൻ കഴിയണം. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് ഈ സെറ്റില്? എ എന്ന് പറയുന്ന സെറ്റില് എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 എലമെന്റ്സ് ഉണ്ട്. സോ നമുക്ക് എണ്ണാൻ കഴിയുന്നുണ്ട് അല്ലെ. ഇതിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് ആരോട് ചോദിച്ചാലും എണ്ണാൻ കഴിയും. സോ അതുകൊണ്ട് ഇത് കൗണ്ടബിൾ ആണ്. ഹെൻസ് ഇറ്റ് ഈസ് ഫൈനൈറ്റ്. ഇഫ് എ സെറ്റ് ഈസ് കൗണ്ടബിൾ ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, എണ്ണാൻ കഴിയണം. ഓക്കെ, ഇനി നാലാമത്തത്, ഇങ്ങനെ എണ്ണാൻ കഴിയാത്ത സെറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, infinite set. Okay, which are not countable. കൗണ്ടബിൾ അല്ലാത്ത സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫൈനൈറ്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. സോ 4 തരത്തിലുള്ള സെറ്റുകളാണ്. ഒന്ന് നൾ സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, ഫൈനൈറ്റ് സെറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ ഒരു സെറ്റ് എഴുതാം. ആ സെറ്റ് സിംഗിൾട്ടൺ സെറ്റ് ആണോ നൾ സെറ്റ് ആണോ എന്നൊക്കെ നിങ്ങൾ പറയാം. ഓക്കെ, ലെറ്റ്സ് set A is equal to set of all x such that x is natural number less than 1. Okay, ഒന്നിനേക്കാൾ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പറിന്റെ സെറ്റിനെ ആണ് ഇത് പറയുന്നത്. അതായത് നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് ആണ്, പക്ഷെ ഒന്നിനേക്കാൾ കുറവാണ്. സോ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ഇതില് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളത്. 1 2 3 അങ്ങനെ പോകുന്നതിനാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണ്, ഒന്നിനേക്കാൾ ചെറുതുമാണ്. ഇതിൽ ഒന്നിനേക്കാൾ ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഒന്നിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ 0 ആണ്. പക്ഷെ 0 ഒരു നാച്ചുറൽ നമ്പർ അല്ല. ഒന്നിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ പോലും
ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? നൾ സെറ്റ് ആണ്. ഓക്കെ, ഈ സെറ്റിൽ ഒരു എലമെന്റും ഇല്ല. സോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് നൾ സെറ്റ്, അല്ലെങ്കിൽ എന്ത് പറയും? ഫൈ. ഓക്കെ, ഈ നൾ സെറ്റിനെ പറയുന്ന വേറൊരു പേരാണ് ഫൈ, PHI. ഓക്കെ, ഫൈ എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെ എഴുതിയാലും ശരിയാണ്, ഫൈ എന്ന് പറഞ്ഞാലും ശരിയാണ്. ചില ബുക്കിൽ ഇങ്ങനെ ആയിരിക്കും പറയാം, അത് പറഞ്ഞാലും ഇത് പറഞ്ഞാലും എന്താണ്? നൾ സെറ്റ് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോ ഇതാണ് ടൈപ്പ് ഓഫ് സെറ്റ്സിൽ ഒരെണ്ണം. അടുത്തത് നമുക്ക് പറയാം, അത് ഏത് തരം സെറ്റ് ആണ് നിങ്ങൾ പറയണം. Let B is equal to set of all x such that x is an alphabet, an English alphabet, and between A and C. എയുടെയും സിയുടെയും ഇടയിലുള്ള ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ് എക്സ് എന്നാണ് പറഞ്ഞത്. അതായത് എയുടെയും സിയുടെയും ഇടയിലുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ് ഏതാ? ബി അല്ലെ? ABCD അങ്ങനെയല്ലേ? അതായത് എയുടെയും സിയുടെയും ഇടയിലുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്താണ്? ബി ആണ്. സോ സെറ്റ് ബി. ഇതെന്താണ്? ഇത് നൾ സെറ്റ് ആണോ? അല്ല. കാരണം എന്താ? ഇതിൽ ഒരു എലമെന്റ് ഉണ്ട്. സോ ഒരു എലമെന്റും ഇല്ലാത്തതിനെ ആണ് നമ്മൾ നൾ സെറ്റ് എന്ന് പറയാം. സോ ദിസ് ഈസ് എ സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, സോ എന്താണ് നൾ സെറ്റ്, എന്താണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് ചെയ്യാം. അടുത്തതെന്ന് പറയുമ്പോ നൾ സെറ്റ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആയിരിക്കുമോ? അതായത് ഫൈനൈറ്റ് ആയിരിക്കുമോ? ഫൈനൈറ്റ് ആവണമെങ്കിൽ എന്താവണം? കൗണ്ടബിൾ ആയിരിക്കണം. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? നൾ സെറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കുമോ എന്നാണ് നമ്മുടെ ചോദ്യം. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നൾ സെറ്റില്? നൾ സെറ്റില് 0 എലമെന്റ്സ് ആണുള്ളത് അല്ലെ? 0 എലമെന്റ്സ് ആണുള്ളത്. സോ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അതിൽ 0 എലമെന്റ്സ് ആണുള്ളത്. സോ നമുക്ക് പറയാൻ പറ്റും അതിൽ എലമെന്റ് ഉണ്ട്, 0 എലമെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് കൗണ്ടബിൾ. കൗണ്ടബിൾ ആണ്. ഹെൻസ് ഇറ്റ് ഈസ് ഫൈനൈറ്റ്. ഓക്കെ, സോ നൾ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് ആണ്. ഓക്കെ, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. നൾ സെറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്ന വേറൊരു കാര്യമാണ് സെറ്റ് 1 2 3. സെറ്റ് 1 2 3 എക്സെട്ര. സെറ്റ് 1 2 3 എക്സെട്ര 100. ഓക്കെ, ഈ സെറ്റ് കൗണ്ടബിൾ ആണോ? അതായത് ഫൈനൈറ്റ് ആണോ? ഇത് ഫൈനൈറ്റ് ആണോ? ഫൈനൈറ്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം? കൗണ്ടബിൾ ആയിരിക്കണം. ഓക്കെ, സോ ഇതെന്താണ്? കൗണ്ടബിൾ ആണ്. കാരണം ഇതിൽ എത്ര എലമെന്റ്സ് ആണുള്ളത്? 3 എലമെന്റ് ആണുള്ളത്. സോ ദിസ് ഈസ് കൗണ്ടബിൾ, ഹെൻസ് ഇറ്റ് ഈസ് ഫൈനൈറ്റ്. ഓക്കെ, ഇത് കൗണ്ടബിൾ ആണ്. സോ ദാറ്റ് ഈസ് ഫൈനൈറ്റ്. ഇനി അടുത്തത് 1 2 3 അങ്ങനെ പോകുന്നു. ഇത് കൗണ്ടബിൾ ആണോ? അല്ല. കാരണം എന്താ? ഇതിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് ഒരാളോട് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. സോ ദിസ് ഈസ് അൺകൗണ്ടബിൾ, കൗണ്ടബിൾ അല്ല. സോ ദിസ് ഈസ് ഇൻഫൈനൈറ്റ്. ഓക്കെ, ഇനി അടുത്തതിന് 1 2 3 അപ് ടു 100 വരെയാണുള്ളത്, 100 വരെയാണുള്ളത്. ഇതിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് നമുക്ക് എന്ത് പറയാം? ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്? 100 എലമെന്റ് ഉണ്ട്. സോ ദാറ്റ് ഈസ് കൗണ്ടബിൾ. കൗണ്ടബിൾ ആണ്, എണ്ണാൻ കഴിയുന്നുണ്ട്. സോ ദിസ് ഈസ് ഫൈനൈറ്റ്. ഓക്കെ, സോ ഇതാണ് ടൈപ്സ് ഓഫ് സെറ്റ്സിൽ നമ്മൾ പറഞ്ഞ 4 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. നൾ സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, പിന്നെ ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്. അങ്ങനെ 4 തരം സെറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് cardinality of a set or cardinal number of a set. Cardinality or cardinal number of a set. ഒരു സെറ്റിന്റെ കാർഡിനാലിറ്റി അല്ലെങ്കിൽ കാർഡിനൽ നമ്പർ എന്താണ് എന്ന് ചോദിച്ചാല്, കാർഡിനാലിറ്റി മീൻസ് നമ്പർ ഓഫ് എലമെന്റ്സ് in a finite set. Okay, ഒരു ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
കൗണ്ടബിൾ ആയിരിക്കും. അതിലെ എലമെന്റ്സ് കൗണ്ടബിൾ ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു കൗണ്ടബിൾ സെറ്റിന്റെ അല്ലെങ്കിൽ ഫൈനൈറ്റ് സെറ്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ കാർഡിനാലിറ്റി അല്ലെങ്കിൽ കാർഡിനൽ നമ്പർ ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാർഡിനാലിറ്റി അല്ലെങ്കിൽ കാർഡിനൽ നമ്പർ ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഓക്കെ, അതുപോലെ ബി എന്ന് പറഞ്ഞാല് സെറ്റ് എ ബി സി ഡി. ഓക്കെ, അതുപോലെ സി എന്ന് പറഞ്ഞാല് നൾ സെറ്റ്. ഓക്കെ, ഇതിൽ എൻ ഓഫ് എ, ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാല് എൻ ഓഫ് എ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, എയുടെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാല് എൻ ഓഫ് എ എന്നാണ് പറയാം. എൻ ഓഫ് എ എത്രയാ? കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഫൈനൈറ്റ് സെറ്റ്. ഇത് ഫൈനൈറ്റ് സെറ്റ് ആണ്. ഇതിൽ എത്ര എലമെന്റ് ആണുള്ളത്? 1 2 3 3 എലമെന്റ് ആണുള്ളത്. സോ എൻ ഓഫ് എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. അതേപോലെ ഇതിന്റെ കാർഡിനാലിറ്റി, ബിയുടെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാല് എൻ ഓഫ് ബി. ബിയുടെ കാർഡിനാലിറ്റി എൻ ഓഫ് ബി എത്രയാണ്? ഇതിൽ എത്ര എലമെന്റ് ആണുള്ളത്? 1 2 3 4 എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ ഇതിന്റെ കാർഡിനാലിറ്റി എത്രയാ? 4. കാരണം നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആണ് എന്ത്? കാർഡിനാലിറ്റി. ഇനി അടുത്തത് സി ആണ്. എൻ ഓഫ് സി. എൻ ഓഫ് സി എത്രയാ? എൻ ഓഫ് സി ഇവിടെ എത്ര എലമെന്റ് ആണുള്ളത്? 0 elements. So n of c is 0. Okay, number of elements of a finite set ആണ് എന്ത് നമ്മൾ പറയുന്നത്? കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്. ഓക്കെ, ഇനി അടുത്തതായിട്ട്, അതാണ് കാർഡിനാലിറ്റിയുടെ ഡെഫിനിഷൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഈക്വൽ സെറ്റ്സ് ആൻഡ് ഇക്വാലന്റ് സെറ്റ്സ് എന്നുള്ള ടോപ്പിക് ആണ്. എപ്പോഴാണ് രണ്ട് സെറ്റുകളെ ഈക്വൽ സെറ്റ്സ് എന്ന് പറയാ, അതുപോലെ എപ്പോഴാണ് രണ്ട് സെറ്റുകളെ ഇക്വാലന്റ് എന്ന് പറയാ? Equal sets and equivalent sets. Okay, ആദ്യം ഞാൻ ഇക്വാലന്റ് സെറ്റ്സിന്റെ ഡെഫിനിഷൻ പറയാം. When the cardinality of two sets are equal, then the sets are said to be equivalent. Okay, അതായത് രണ്ട് സെറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. ആ രണ്ട് സെറ്റുകളുടെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്, കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ്. ആ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്വാലന്റ് സെറ്റ്സ് എന്ന് പറയാം. ഈക്വൽ സെറ്റ്സ് എന്ന് പറയണമെങ്കിൽ കാർഡിനാലിറ്റി സെയിം ആവണം, അതുപോലെ തന്നെ എലമെന്റ്സും സെയിം ആയിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈക്വൽ സെറ്റ്സ് ആവണമെങ്കിൽ എലമെന്റ്സും സെയിം ആയിരിക്കണം, കാർഡിനാലിറ്റിയും സെയിം ആയിരിക്കണം. ഓക്കെ, ഇതിലാണെങ്കിലോ കാർഡിനാലിറ്റി മാത്രം സെയിം ആയ മതി. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ലെറ്റ് പി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി. ക്യൂ ഈസ് ഈക്വൽ ടു സെറ്റ് സി ബി എ ആൻഡ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഇങ്ങനെ 3 സെറ്റ് ആണുള്ളത്. സോ നമുക്ക് ഇതിന്റെയൊക്കെ കാർഡിനാലിറ്റി എഴുതാം. കാർഡിനാലിറ്റി എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഫൈനൈറ്റ് സെറ്റ്. ഇത് 3 ഫൈനൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ കാർഡിനാലിറ്റി നമുക്ക് എഴുതാൻ പറ്റും. സോ എൻ ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താ? പിയുടെ കാർഡിനാലിറ്റി എത്രയാ? ഇതിൽ എത്ര എലമെന്റ് ആണുള്ളത്? 3 എലമെന്റ് ആണുള്ളത്. എൻ ഓഫ് പി ഈസ് ഈക്വൽ ടു 3. അതുപോലെ തന്നെ എൻ ഓഫ് ക്യൂ എന്താ? ക്യൂവിലുള്ള എലമെന്റ്സിന്റെ എണ്ണം. ക്യൂവിൽ എത്ര എലമെന്റ് ആണുള്ളത്? 1 2 3 3 എലമെന്റ് ആണുള്ളത്. അതുപോലെ പി ഓഫ് ആർ, എൻ ഓഫ് ആർ എത്രയാ? ആറിലുള്ള എലമെന്റ്സ്, കാർഡിനാലിറ്റി ഓഫ് ആർ എത്രയാ? അതും 3 ആണ്. 3ന്റെയും കാർഡിനാലിറ്റി സെയിം ആണ്. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ഈക്വൽ സെറ്റ്സ് ഉള്ളത്? ഈക്വൽ സെറ്റ്സ് ആവണമെങ്കിൽ എന്താവണം? നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയിരിക്കണം, അതായത് കാർഡിനാലിറ്റി സെയിം ആയിരിക്കണം, അതുപോലെ എലമെന്റ്സും സെയിം ആയിരിക്കണം. ഇവിടെ പിയും ക്യൂവും കൺസിഡർ ചെയ്യുമ്പോൾ പിന്റെയും ക്യൂവിന്റെയും കാർഡിനാലിറ്റി സെയിം ആണ്. എലമെന്റ്സോ ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്, ഇവിടെ സി ഉണ്ട്. ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല. ഓർഡർ എന്തോ ആയിക്കോട്ടെ, ഓർഡർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സോ പിയും ക്യൂവും കൺസിഡർ ചെയ്യുമ്പോൾ പിയിലെ കാർഡിനാലിറ്റി, പിയുടെയും ക്യൂയുടെയും കാർഡിനാലിറ്റി സെയിം ആണ്, അതുപോലെ തന്നെ എലമെന്റ്സും സെയിം ആണ് അല്ലെ? അതുകൊണ്ട് പിയും ക്യൂവും ഈക്വൽ സെറ്റ്സ് ആണ്. ഇവിടെ പിയും ക്യൂവും, പി ആൻഡ് ക്യൂ ആർ ഈക്വൽ അല്ലെ? പിയും ക്യൂവും ഈക്വൽ സെറ്റ്സ് ആണ് എന്ന് പറയാം. പക്ഷെ ആ സമയത്ത് ക്യൂവും ആറും നോക്കാം. ക്യൂവും ആറും ആവുമ്പോ എങ്ങനെയാ? കാർഡിനാലിറ്റി സെയിം ആണ്, പക്ഷെ
എലമെന്റ്സ് സെയിം അല്ല, കാരണം ഇവിടെ സി ഉണ്ട്, ഇതിൽ സി ഇല്ല. ഇവിടെ ബി ഉണ്ട്, ഇവിടെ ബി ഇല്ല. ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഇല്ല. സോ കാർഡിനാലിറ്റി സെയിം ആണെങ്കിലും എലമെന്റ്സ് സെയിം അല്ല. സോ കാർഡിനാലിറ്റി മാത്രമേ സെയിം ഉള്ളൂ. കാർഡിനാലിറ്റി സെയിം ആണെങ്കിൽ അതെന്താണ്? ഇക്വിവാലന്റ് ആണ്. സോ ക്യൂ ആൻഡ് ആർ ആർ ഇക്വിവാലന്റ്. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്നത് ഈക്വൽ സെറ്റ്സ് എന്താണ്, ഇക്വിവാലന്റ് സെറ്റ്സ് എന്താണ്. ഓക്കെ, ഒന്നുമില്ല, ഈക്വൽ സെറ്റ്സ് ആണെങ്കിൽ എലമെന്റ്സും കാർഡിനാലിറ്റിയും സെയിം ആയിരിക്കണം. ഇക്വാലന്റ് സെറ്റ്സ് ആണെങ്കിൽ കാർഡിനാലിറ്റി മാത്രം സെയിം ആയാൽ മതി. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സെറ്റ്സ്, അതുപോലെ തന്നെ കാർഡിനാലിറ്റി എന്താണ്, അതുപോലെ തന്നെ കാർഡിനാലിറ്റി വെച്ചിട്ട് നമ്മൾ ഈക്വൽ സെറ്റ്സും ഇക്വാലന്റ് സെറ്റ്സും എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ +1 സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ മൊത്തമായിട്ട് നമ്മൾ പറഞ്ഞത്. സോ ഇനി അടുത്ത വീഡിയോയിൽ സബ്സെറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും എന്റെ ചാനൽ ഇതുവരെ കിട്ടാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.